ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് കളങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂട്ടിൻ്റെ പടത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിന് നമുക്ക് ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ലിപ്പാമൊക്കെ ഇട്ടൊന്ന് ചുണ്ടൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് മുഖത്ത് കുറച്ച് ആശാരിപ്പണിയൊക്കെ എടുക്കാണ്ട്. അപ്പം നമ്മൾ മുടി മുഖത്തേക്ക് വീഴാതെക്കാൻ ഈ സാധനം ഇങ്ങനെ കെട്ടണം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും എൻ്റെ ദുബായ് ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് ഞാനും ഇവനും ഒരു 2 മണിക്കൂറത്തേക്ക് മൽപ്പിടുത്തായിരുന്നു. ആര് ജയിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ലാസ്റ്റ് എനിക്കൊന്നും പറ്റാഞ്ഞിട്ട് ഞാൻ ഒരു പണി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്താ കാണിച്ചു തരാം. അല്ല പിന്നെ ഓനല്ല, ഓന്റെ വാപ്പാനെ വരെ നമ്മൾ പുറത്ത് എത്തിച്ച്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ എന്താ ചെയ്തത്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് എല്ലാ മുഖത്തിന്റെ എല്ലാ സൈഡിലും മൂക്കിലും നെറ്റിയിലും എല്ലായിടത്തും ഇങ്ങനെ പരട്ടി കൊടുക്കണം. അപ്പോഴാണ് അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാകുക. എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. കണ്ടില്ലേ, അങ്ങനെ ഒരതാണ് എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി. ഞാൻ പെട്ടെന്ന് 2016 പോയോന്നൊരു ഡൗട്ട്. അപ്പൊ 2025 എത്തി. ഇതാണ് നമ്മളെ ഇന്നത്തെ കോസ്റ്റ്യൂം. എന്താണെന്ന് കിണറാ. പിന്നെ വലിയ ആവേശ് കുമാറായിട്ട് ഞാൻ വലിയ ആളേക്കാൻ ടീഷർട്ട് എടുത്തിട്ട് നോക്കിയപ്പോ അതാണെങ്കിൽ മറച്ചുവിട്ട് ആകെ പണിവാളി. ഞാൻ ഏതായാലും കുഴപ്പമില്ല, ഇത് മടിയനാണ് ഇനി അങ്ങോട്ട് തിരിച്ചിടാൻ. അതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പും മൈക്കും എല്ലാം ഫുൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇതും അങ്ങോട്ട് കൊണ്ടുപോകണം. ഈ പടത്തിന് കൊണ്ടുപോകുമ്പോൾ ഇതും തൂക്കി പിടിച്ച് പോകണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അത്ര തേച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോനെ ഇത് എന്ന് പറഞ്ഞാൽ വേറെ ലെവലും സ്മെല്ലാട്ടോ. ഞാൻ കുറേ തേച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും തേച്ചോണ്ട്. ഇതിൻ്റെ പേര് ലെക്സ് അങ്ങനെ എന്തോ ആണ്. പിന്നെ ഞാൻ ഈ ഹർഭജൻ സിംഗിൻ്റെ തലക്കെട്ട് കെട്ടി നിൽക്കണം എന്തിനാറോ, നമ്മൾ വേറെ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ തിരുമ്പി ഉണങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ദുബായിലേക്കൊക്കെ വന്നാൽ ഈ ഷൂട്ട് നടക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം നമുക്ക് മാസം ഷോക്സ് വേണ്ട. ഞാൻ പിന്നെ ഒരു കൊട്ടക്കണക്കിന് പിന്നെ ഈ ഷോക്സ് ആണെങ്കിൽ ഒരുമാതിരി ലക്ഷണം കെട്ട ഷോക്സ് ആണ്. എത്ര ഇതാക്കിയിട്ടും ഇതാകൂല. ഇതിനങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടാ പോകുള്ളൂ. പിന്നെ ഞാൻ ഈ പൂച്ചക്ക് തൂറാൻ മുട്ടിയമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല ഗായ്സ്. പിന്നെ ഈ കൊട്ട കണ്ട് ആരും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ നാട്ടിൽ നിന്ന് വന്ന അതേ ഡ്രസ്സ് ഇപ്പോഴും തിരുമ്പാനുള്ള ഡ്രസ്സാണ്. ഇത് എന്നാ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് തിരുമ്പി കയ്യോന്നാവും ഗായ്സ്. പിന്നെ ഇതായിട്ട് എൻ്റെ മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ റൂമിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത സാധനങ്ങളാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബ്യൂട്ടി പാർലർ എന്തോ തുറന്ന മാതിരിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. അതിൻ്റെ ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഗിവ് കൊടുക്കേണ്ട അവസ്ഥയല്ല. പിന്നെ ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ബെഡ് കാണിച്ചു തരാത്ത മോശമല്ലേ. ഇതൊരുമാതിരി യൂറോപ്യൻ കക്കൂസൊക്കെ നോക്കിയ മാതിരിയാണ് ഗൈസ്. എല്ലാം അലങ്കോലാക്കിയിട്ട് അല്ലാത്ത സാധനങ്ങളില്ല എൻ്റെ ബെഡ് പോലെ. പിന്നെ ഞാൻ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ മുട്ട മൊയ്യമാരിങ്ങനെ നിൽക്കണേ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ ബായിമാർ തമ്പാക്കുന്നതൊക്കെ കാണാം. പിന്നെ ഈ ഉസ്മാൻ്റെ ഉറങ്ങാൻ വേണ്ടിയാട്ടോ ഞങ്ങൾ ഇത്രയും നേരം വെറുപ്പിച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇനി നമ്മൾ പോരാട്ടം തുടങ്ങുകയാണ്. പിന്നെ ഇത് ഇട്ടിട്ട് ദുൽഖറിൻ്റെ ലുക്കൊക്കെ പ്രതീക്ഷിച്ച ഞാനൊരുമാതിരി സലീം കുമാർ ബർമുഡ ഇട്ട മാതിരി ആയിരിക്കണം. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മാമുക്കോൻ്റെ ലുക്കാണെങ്കിൽ മോഡിഫൈഡ് ആയ രജനീകാന്ത് ആവും നിങ്ങൾക്ക് അറിയില്ലേ. അതുകൊണ്ട് നമ്മൾ പിടിച്ച് നിൽക്കും ഗായ്സ്. പിന്നെ ആദ്യം തേച്ചൊക്കെ പോയി തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കൂടി ഫില്ല് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആ ചുണ്ടിൻ്റെ ആ ഒരു ചോപ്പ് ആ ചോന്ന കളർ കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഐ ആം ദ മൊണ്ണ, ഐ ആം ദ മൊണ്ണ, ഐ ആം ദ മൊണ്ണ. പിന്നെയാണ് നമ്മളൊരു കാര്യം പറഞ്ഞത്, മെയിനായിട്ടുള്ള ഷൂ ഇടാൻ പറഞ്ഞത്. ഇതാണെങ്കിൽ 20 ദിറംസിൻ്റെ ഷൂ ആയതുകൊണ്ട് ഉള്ളിൽ കയറ്റാൻ ക്രെയിനൊക്കെ വിളിച്ചോണ്ടിരുന്നു. അപ്പോൾ സെറ്റായി. എങ്ങനെയുണ്ട്, കൊളക്കോയിൻ്റെ കാല് മാറില്ലേ? അപ്പോൾ ഇത് ഉറപ്പിച്ചിട്ട് ഇത് നമുക്ക് മുറിക്കാം. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? വേറെ ലെവലായില്ലേ. ഞാൻ എന്താ ലുക്കിൽ എൻ്റെ മോനെ, സ്വന്തം പൊക്കലാണ് വിചാരിക്കരുത്. ഞാനൊരു SP ആണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിയേറ്ററിലെത്തി ഗൈസ്. പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോപ്കോണൊക്കെ ഫുള്ള് തിന്ന് നിർത്തി. കാരണം ഈ പടത്തിനെക്കാട്ടി കൂടുതൽ ഇതിലുള്ള പരസ്യം തോന്നുന്നുണ്ട്. എത്ര നേരം പോസ്റ്റായി നിന്നതെന്ന് അറിയോ. അങ്ങനെ ഒരിക്കലും തീരാത്ത ചന്ദനമായ സീരിയൽ കണ്ട പോലെ പരസ്യം ഫുള്ള് കണ്ടെടുത്ത് നമ്മൾ പടം തുടങ്ങാനായിട്ടാണ്. പിന്നെ ഈ ട്രെയിലറിൽ കണ്ട ഈ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് വന്ന്. എൻ്റെ മോനെ ആദ്യമായിട്ടാണ് കേട്ടോ മമ്മൂക്കാനെ തല്ലുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കൈയിട്ടു ഞാൻ കാണുന്നു. പിന്നെ എല്ലാവരും കൈയിട്ടാണ് ഞാനും തട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ പടം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ. പിന്നെ കോമഡി എന്താ വെച്ചാൽ ഈ പടത്തിനെക്കാട്ടി ലെങ്ത് ഉണ്ട് ഞങ്ങൾ ഈ വ്ളോഗിന്. എന്തായാലും നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.